ഹായ് ഫ്രണ്ട്സ്, N4TECHിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു DB ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ വയറൊക്കെ വലിച്ച വീടാണ്. വയറൊക്കെ വലിച്ച് കഴിഞ്ഞു DBയിലേക്ക്. അപ്പോൾ അത് ഓരോ വയറും വേർതിരിച്ചെടുക്കണം. അപ്പോൾ എർത്ത് വയർ ഇവിടെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് എർത്ത് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എർത്ത് വയറൊക്കെ കൂട്ടി യോജിപ്പിച്ച് ടൈ അടിച്ച് താഴത്തേക്ക് കൊണ്ടുവരണം. DBയുടെ സൈഡിലൂടെ വയറൊക്കെ ഒതുക്കി കൊണ്ടുവരണം. ഇവിടെ എർത്തിന് വേണ്ടി വലിച്ചിരിക്കുന്നത് 2.5-ൻ്റെ ഗ്രീൻ വയറാണ്, ഗ്രീൻ കളർ വയറാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതൊക്കെ കേബിൾ ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് DBയുടെ സൈഡിൽ കൂടെ താഴത്തേക്ക് എർത്തിൻ്റെ ലിങ്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കേബിൾ ടൈ ഒക്കെ അടിച്ച് നല്ല വൃത്തിയിൽ കൊണ്ടുവരണം. കേബിൾ ടൈ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ആക്കണം. അതിനുശേഷം ആ എർത്ത് ലിങ്കിലേക്ക് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ അതിന് കണക്കായി വയറ് നോക്കി വയറിൻ്റെ നീളം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെക്കണം. വയറ് ഇങ്ങനെ സൈഡിൽ ഒതുങ്ങി നിൽക്കണം. അതിൻ്റെ എത്ര അളവ് വേണമെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് കട്ട് ചെയ്ത് ലിങ്കിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ താഴത്തുനിന്ന് 2 എർത്ത് വയർ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി അതിൻ്റെ അകത്തേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വയർ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഇതുപോലത്തെ ബനാന സോക്കറ്റുകളാണ്. അപ്പോൾ അതാകുമ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് നിന്നോളും വയറൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ബനാന സോക്കറ്റുകളാണ് ഉപയോഗിച്ചത്. അതുപോലെ ന്യൂട്രലിൻ്റെ വയറും ഇങ്ങനെ സൈഡിൽ കൂടി ടൈ അടിച്ച് താഴത്തെ ന്യൂട്രൽ ലിങ്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2 സൈഡിലേക്ക് കൂടിയും ന്യൂട്രൽ ലിങ്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അതും കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതുപോലെയാണ് ന്യൂട്രലും കണക്ട് ചെയ്യേണ്ടത്. 2 സൈഡിലേക്ക് കൂടിയാണ് ന്യൂട്രൽ വയർ എടുത്തിരിക്കുന്നത്. DBയുടെ 2 സൈഡിലേക്ക് കൂടി വന്ന് നേരെ കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ബനാന സോക്കറ്റ് എടുത്ത് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ കാണാം. അങ്ങനെ ന്യൂട്രലും എർത്തും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ബ്രേക്കറുകൾ വെക്കാനുള്ള റെയില് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് റെയില്, ബ്രേക്കർ വെക്കേണ്ട റെയില്. അപ്പോൾ ഇത് 2 റെയിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ 2 സ്ഥലത്തും സ്ക്രൂ ചെയ്ത് കണക്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ബ്രേക്കറുകൾ അതിൻ്റെ അകത്തേക്ക് യഥാസ്ഥാനത്ത് വെക്കണം. എത്ര ലീഡ് ഉണ്ടെന്ന് നോക്കി ആംബർ അനുസരിച്ച് ബ്രേക്കറുകൾ കണക്ട് ചെയ്യണം. ബ്രേക്കർ കണക്ട് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് 3 സെറ്റായിട്ടാണ് ബ്രേക്കറുകൾ വെക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ലോഡൊക്കെ കണക്കാക്കിയിട്ട് വേണം ബ്രേക്കറുകൾ വെക്കാൻ വേണ്ടിയിട്ട്. ആ ബ്രേക്കറുകൾ വെച്ചതിന് ശേഷം അതിലേക്കും നമ്മൾ ന്യൂട്രും എർത്തും ഒക്കെ കൊണ്ടുവന്നത് പോലെ തന്നെ ഫേസ് വയർ ടൈ അടിച്ചിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ ടൈ അടിച്ച് കൊണ്ടുവരണം 2 സൈഡിലേക്കൂടെയും. ഞാനിവിടെ വലത് ഭാഗത്ത് KCB ലൈനും ഇടത് ഭാഗത്ത് ഇൻവെർട്ടർ ലൈനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണക്ട് ചെയ്തിട്ട് കാണാം. ഓരോ MCBയിലേക്ക് കണക്ട് ചെയ്ത വയറുകളും ബനാന സോക്കറ്റ് ഇട്ടിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. DB ഡ്രസ്സിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓറിയൻറ്റിൻ്റെ MCBകളും RCCB ഐസൊലേറ്ററൊക്കെ ഓറിയൻ്റ് എന്ന കമ്പനിയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 40 ആംപിയറിൻ്റെ ഒരു ഐസൊലേറ്റർ, 40 ആംപിയറിൻ്റെ ഒരു RCCB. ഇത് 30 മില്ലി ആംപിയർ ലീക്കേജ് കറണ്ടിൽ ട്രിപ്പ് ആകുന്ന ഒരു RCCB ആണ്. പിന്നെ മാസ്റ്റർ കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു ലാച്ചിങ് റിലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മൊത്തം ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണ്. ഇൻവെർട്ടറിൻ്റെ ഔട്ട് പോകുന്ന ഓരോ സ്വിച്ച് ബോർഡിലേക്കും ഇൻവെർട്ടറിൽ നിന്ന് പോകുന്ന ബ്രേക്കറുകളാണ്. ഇതിനെല്ലാം 6 ആംപിയറിൻ്റെ ബ്രേക്കറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വരുന്നത് KCBയുടെ ഔട്ട് പോകുന്ന MCBകളാണ്. ഇത് AC-യുടെ MCB ആണ്. ഇത് ഹീറ്ററിൻ്റെ MCB. ഇത് വാഷിംഗ് മെഷീൻ, അതുപോലെ ഫ്രിഡ്ജ്, മിക്സി അതിനൊക്കെ പോകുന്നതാണ് 6 ആംപിയറിൻ്റെത്. ഇത് പോകുന്നത് മോട്ടറിലേക്ക് പോകുന്ന MCB ആണ്. ഇതൊക്കെ ഓരോ പവർ സോക്കറ്റിലേക്ക് പോകുന്ന ഇതാണ്. ഇത് ലൈവേഡ് പരമാവധി കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് വയർ വലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എർത്ത്
എർത്ത് വയർ വലിച്ചിരിക്കുന്നത് ഗ്രീൻ വയറാണ് വലിച്ചിരിക്കുന്നത്. ഫേസ് വയർ റെഡ് വയറാണ് ഫേസിന് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ ബ്ലാക്ക്. ഇൻവെർട്ടർ സെക്ഷനായിട്ട് യെല്ലോ ആണ് വലിച്ചത്. മാസ്റ്റർ കൺട്രോളിന് വേണ്ടിയിട്ട് ബ്ലൂ വയറാണ് വലിച്ചത്. പരമാവധി കളർ കോഡ് തന്നെ ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോ തുടർന്നും കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.